വെള്ളിനേഴി കലാഗ്രാമത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ തിരുനാരായണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ടി കെ ശങ്കർദാസ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുക എന്ന് ക്ഷേത്രം ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 8-നാണ് കൊടിയേറ്റം. തുടർന്ന് കൊടുങ്ങല്ലൂർ ഭഗവതിയെ സ്തുതിച്ചു പാടുന്ന തന്നാരംകളി സംഘങ്ങളും ആദ്യവേലയായി കോലംകളിയും തിറയും പൂതനും ക്ഷേത്രത്തിലെത്തും. 17-ന് വിശേഷാൽ പൂജകൾ, ആറാട്ട്, ദീപാരാധന, നാദസ്വരം, കളമ്പാട്ട്, പാവക്കൂത്തും. 18-ന് എറണാകുളം ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസ് പ്രൊഡക്ഷൻ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും. 19-ന് കൂട്ടുവിളക്ക് ദിവസം വിശേഷാൽ പൂജകളും, ആറാട്ട്, ദീപാരാധന, നാദസ്വരം, കളമ്പാട്ട്, പാവക്കൂത്തും. ചെറിയാറാട്ട് ദിവസമായ 20-ന് ടീം IBM ക്രിയേഷൻസിന്റെ ഗാനമേള എന്നിവയും നടക്കും. വലിയാറാട്ട് ദിവസമായ 21-ന് വൈകിട്ട് 5-ന് കണ്ണൻതൊടി പരിസരവേല, ചോലപ്പാടം വേല എന്നിവ ക്ഷേത്രത്തിലേക്ക് എത്തും. രാത്രി 12 മുതൽ കാളവേലകൾ എത്തും. 22-നാണ് ഭരണി. വൈകിട്ട് 4-ന് വിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന തായമ്പകയ്ക്ക് ശേഷം ദേവസ്വം വേല ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 5-ന് പാന, കുതിര, കാള, തട്ടിന്മേൽ കൂത്ത് എന്നിവയും തുടർന്ന് ആനപ്പൂരങ്ങളും എത്തും. ക്ഷേത്രത്തിൽ നവീകരണം നടക്കുന്നതിനാൽ ഈ വർഷത്തെ ഭരണിക്ക് മുഴുവൻ വേലകളും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാതെ മുകൾ ഭാഗത്തെ ദീപസ്തംഭത്തിന് മുന്നിൽ ദേവിയെ പ്രണമിച്ച് മടങ്ങും. കുതിര, കാള, തട്ടിന്മേൽ കൂത്ത് എന്നിവയും ആനപ്പൂരങ്ങൾക്കുമാണ് ഈ നിബന്ധന. ഭരണി ദിവസം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആനപ്പൂരങ്ങൾ 6-ഓടെ കിഴക്കേ മൈതാനിയിൽ നിശ്ചിത അകലത്തിൽ അണിനിരന്ന് രാത്രി 7:50-ന് വാദ്യം അവസാനിപ്പിച്ച് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തെത്തി ദേവിയെ പ്രണമിക്കും. ഭരണി ദിവസം പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വരുന്ന കുതിര, കാളവേലകൾ, തട്ടിന്മേൽ കൂത്ത് എന്നിവ വടക്കേ നടയിലെ ആലിൻ ചുവട്ടിലും, കിഴക്കു ഭാഗം വഴി വരുന്ന വേലകൾ കൂത്തുമാടത്തിന് മുൻവശത്തും വാദ്യം അവസാനിപ്പിച്ച് ക്ഷേത്രത്തിന് മുകൾ ഭാഗത്തെത്തി ദേവിയെ പ്രണമിച്ച് മടങ്ങണം. ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭരണിവേല ആഘോഷം 2026 മാർച്ച് മാസം 15-ാം തീയതി, അതായത് ഇന്ന് ശുദ്ധിയോടുകൂടി ആരംഭിച്ച് 2026 മാർച്ച് 23 തിങ്കളാഴ്ച കൊടിയിറക്കത്തോടു കൂടിയുള്ള 9 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഭരണിവേല ആഘോഷം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പോലെ ചെറിയ വ്യത്യാസങ്ങളാണ് ആഘോഷിക്കാൻ പോകുന്നത്. ക്ഷേത്രം നവീകരണം നടക്കുന്നതിനാലും ഭഗവതിയെ ബാലാലയത്തേക്ക് മാറ്റിയതിനാലും ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും മിതപ്പെടുത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ആഘോഷങ്ങളെല്ലാം മാറ്റം വരുത്തിയിരിക്കുകയാണ്. കൊടിയേറ്റത്തോടനുബന്ധിച്ച് ആറാട്ട്, കളമ്പാട്ട്, പാവക്കൂത്ത്, അതുപോലെ തന്നാരം കളി, കോലംകളി ഇതാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ആറാട്ടും പാവക്കൂത്തും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ദിവസങ്ങളും ചൊവ്വാഴ്ച മുതൽ കൊടിയിറക്കം വരെയുള്ള 7 ദിവസങ്ങളിൽ പ്രസാദക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും, രാവിലെ മുതൽ ക്ഷേത്രം അടയ്ക്കുന്നവരേക്ക്. അതുപോലെ തന്നെ മാർച്ച് മാസം 18-ാം തീയതി ബുധനാഴ്ച ഈ ക്ഷേത്ര അടിയന്തര കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞ ശേഷം ആറാട്ട്, കളമ്പാട്ട്, പാവക്കൂത്തെല്ലാം കഴിഞ്ഞ ശേഷം 7 മണിക്ക് തിരുവാഴിയൂർ ഡ്രൈവേഴ്സിൻ്റെ അസോസിയേഷൻ നടത്തുന്ന നൃത്തനൃത്യങ്ങൾ അവതരണം ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസ് പ്രൊഡക്ഷൻ എറണാകുളം. പിന്നെ കൂട്ടുവിളക്ക് ദിവസം സാധാരണ ക്ഷേത്ര അടിയന്തരങ്ങൾ, പാവം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ദിവസമുള്ളതാണ്. പിന്നെ ചെറിയാട്ട് ദിവസം ആറാട്ട്, ദീപാരാധന, നാദസ്വരം, ആറാട്ട്, കളമ്പാട്ട്, പാവക്കൂത്തിന് ശേഷം ഫ്രണ്ട്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ആശുപത്രിയിൽ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള. പിന്നെ ഇതിൽ മിതപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ ബാലയത്തിൽ മാറ്റിയത് കാരണം ഒരു വേലകളും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നതല്ല. കരിവേല, പാന ഇത് 2 ക്ഷേത്രത്തിൽ ഇറങ്ങി പ്രദർശനം വയ്ക്കും. ബാക്കിയുള്ള ഒരു വേലകളും, അതായത് തറാപൂതൻ, കാള, കുതിര, തട്ടുമ്പൽക്കൂത്ത്, ഇതൊന്നും ആന ഏത് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതല്ല. ചെറിയാറാട്ട് ദിവസം ഈ വർഷം വേലയില്ല, അവർ നവീകരണം സഹകരിക്കുകയാണ്. അവിടെ ഈ വർഷം വേലയില്ല എന്നാണ് പറഞ്ഞത്. വലിയാറാട്ട് ദിവസം കുറുവട്ടൂരിൽ നിന്ന് കണ്ണൻതൊടി പരിസര വേല, അതുപോലെ ചോലേപ്പാടം പരിസര വേല, 2 വേല ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട് വൈകുന്നേരം. അതിനൊരു കാളയുണ്ടായിരിക്കും. ഈ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന കാളകൾ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ആർച്ചിൻ്റെ സമീപത്തു നിന്ന് വാദ്യങ്ങൾ അവസാനിപ്പിച്ച് അവർ നേരെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് മടങ്ങണ്ട. ക്ഷേത്രമുറ്റത്ത് വടക്കേ നട ഗ്രൗണ്ടിൽ വാദ്യങ്ങൾ അനുവദിക്കേണ്ടത്. അതുപോലെ രാത്രി വരുന്ന കാളകളും എല്ലാം കിഴക്ക് ഗ്രൗണ്ട് വഴി വന്ന് കൂത്തുമാടത്തിൻ്റെ മുന്നിൽ വന്ന് വാദ്യങ്ങൾ അവസാനിപ്പിച്ച് കാളകളെ കൊണ്ടുവന്ന് തൊഴുത് വണങ്ങി
അവർ നിർദ്ദേശ സ്ഥലത്ത് നിന്ന് പോയി നിൽക്കേണ്ടതാണ്. അതുപോലെ ഭരണി ദിവസം വരുന്ന വേലകൾ, കാളകളും എല്ലാം കൂത്തുമാടുന്ന അവിടെ കാളകളെല്ലാം കൂത്തുമാടുന്നതിന് അവിടെ വാദികൾ അവസാനിപ്പിച്ച് തൊഴുത് അവർ സ്ഥാനങ്ങളിൽ പോയി നിർത്തിക്കൊണ്ട്, അതുപോലെ പാലടമല കാള, ഈ കാള വന്ന് വടക്കേ നട വഴി വന്ന് അവിടെ വാദ്യങ്ങൾ അവസാനിപ്പിച്ച് അവർക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി ദീപസ്തംഭത്തിൻ്റെ കിഴക്കോട്ട സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് വന്ന് നിൽക്കും, വാദ്യങ്ങൾ അനുവദിക്കില്ല. അത് കഴിഞ്ഞ് വെളിച്ചപ്പാട് അരി എറിഞ്ഞ് അവിടെ കളിപ്പിച്ച് അവരും പിൻവാങ്ങും. അതുപോലെ ഭരണി ദിവസം വരുന്ന വേലകൾ 6 മണിക്ക് വന്ന് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗ്രൗണ്ടിൽ നിരന്ന് നിന്ന് 7:50 വരേക്ക് അവിടെ വാദ്യങ്ങൾ നടത്തി ആ നിരന്ന ആൾക്കാർ പൂരം മാസം വരെ കാണുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7:50 വെളിച്ചപ്പാട് അരി എറിഞ്ഞ് വാദ്യം അവസാനിപ്പിച്ച് ആനകൾ ദേവസ്വം വേല, അങ്ങനെ പഴയ ആചാരപ്രകാരമുള്ള വേല, വടക്കം വേല, കിഴക്കൻ വേല, അങ്ങനെ പിന്നാലെ വന്ന് വാദ്യങ്ങൾ ഇല്ലാതെ വന്ന് ഭഗവതി ദീപസ്തംഭത്തിൻ്റെ മേലെ ദീപസ്തംഭം അവിടെ നിന്ന് വണങ്ങി തൊഴുത് വണങ്ങി പിരിയേണ്ടതാണ്. അതാണ് ഇപ്പം നമ്മൾ ഈ ചിട്ടപ്പെടുത്തിയത്. 22-ാം തീയതി ഞായറാഴ്ച ഭരണി ദിവസം PK ദാസിൻ്റെ മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ എലിഫൻറ്റ് സ്ക്വാഡ്, ക്ഷേത്രത്തിലെ കുടിവെള്ളം ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉഷ്ണത്തിൻ്റെ ചൂട് കൂടി നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുവെള്ളം, കുടിവെള്ളം സൗകര്യം ഉണ്ടാക്കാനും, അതുപോലെ PK ദാസിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് PK ദാസിൻ്റെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ എലിഫൻറ്റ് സ്ക്വാഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിയമപരമായിട്ട് പോലീസിനെ അവരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദേവി ബാലാലയത്തിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കൗണ്ടറിൻ്റെ അതിങ്ങനെ വന്ന് നേരെ വന്ന് ബാലാലയത്തിൽ വന്ന് തൊഴുത് പ്രസാദം വാങ്ങി അങ്ങനെ ഇറങ്ങി വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് അങ്ങനെ ഇറങ്ങണം എന്നാണ് എല്ലാ ഭക്തജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്. പിന്നെ നവീകരണം നടക്കുക കാരണം പല ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാവർക്കും. എല്ലാവരും അത് ക്ഷമിച്ച് നമുക്ക് നല്ലൊരു ഭരണി മഹോത്സവം നടത്തി അടുത്ത കൊല്ലം നമുക്ക് പുതിയ ക്ഷേത്രത്തിലേക്ക് കയറി അവിടെ നന്നായിട്ട് ഭരണി നടത്താൻ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് എല്ലാ ആനവേലകളും വളരെ ചുരുങ്ങിയ തോതിലാണ് നടത്തുന്നതെങ്കിലും കേരളത്തിലെ പ്രശസ്തരായ എല്ലാ ആനകളും പ്രാവശ്യം വരുന്നുണ്ട്. തെച്ചിക്കോട്ടുപോയ രാമേന്ദ്രൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാറന്നൂർ നന്ദൻ, ഗുരുവായൂർ ദാമോദർദാസ്, ഗുരുവായൂർ സിദ്ധാർത്ഥ് ഉൾപ്പെടെ പ്രശസ്തരായ എല്ലാ ആനകളും ഇപ്രാവശ്യം ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നുണ്ട്. വിവിധ വേലകളിലായി എഴുന്നള്ളിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ ചുരുക്കി നടത്തുകയാണെങ്കിലും അതിൻ്റെ മട്ട് കുറച്ചിട്ടില്ല ആരും. എല്ലാ കാണികൾക്ക് കാണാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 മണിക്കൂറോളം സമയം ക്ഷേത്രപ്പറമ്പിൽ ആനകൾ നിരന്ന് നിന്നുകൊണ്ട് കാണാനുള്ള സംവിധാനം ബാരിക്കേഡ് കെട്ടി തിരിച്ച് നിയമപ്രകാരമുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ബാരിക്കേഡ് കെട്ടി ആനകൾ എഴുന്നള്ളിച്ച് നിൽക്കുന്ന ഭാഗത്ത് കാണികൾക്ക് പൂരം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കജാക്ഷൻ മംഗലശ്ശേരി, മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരി, രാമകൃഷ്ണൻ മല്ലത്ത്, സുധാകരൻ കളത്തിൽ, PK പ്രസാദ് എന്നിവർ പങ്കെടുത്തു.